ഹായ് ഗൈസ്, വിനീത് ശ്രീനിവാസന്റെ പുതിയ പടം കരത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പോസ്റ്റർ ഇങ്ങനെ ഷെയർ ചെയ്തു എന്നല്ലാതെ ഈ ഒരു പടത്തിനെ കുറിച്ച് യാതൊരു അപ്ഡേറ്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ പഴയ വിനീത് ശ്രീനിവാസൻ രീതി അനുസരിച്ച് നൊസ്റ്റു, ചെന്നൈ, പാസം, നുങ്കമ്പാക്കം അതൊക്കെ ലൈൻ പിടിച്ചിട്ടാണോ അല്ല ഒന്ന് മാറിയ വഴിയാണോ നമുക്ക് നോക്കണ്ടേ. നമുക്ക് നേരെ ട്രെയിലർ പോവാ. തമ്പനയിൽ കണ്ടെടുത്തോളം ഒന്ന് ട്രാക്ക് മാറിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാ. एक महीना हो चुका है मिस्टर यादव. हर रोज कम से कम 20 लोगों का फोन आता है. ये सब क्या हो रहा है मिस्टर यादव? നാട്ടിലെ മിലിറ്റന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മാസ് മർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിന്ദാബാദിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് ഇത് ഒരിക്കലും മറക്കില്ല. I think they are after us. So please be very very careful. ചിലപ്പോ അവര് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഇതെന്താ എന്നോട് പറയുന്നത്? അങ്ങനെ പലതും നീ എന്നോട് ഇപ്പോഴല്ല പറയുന്നത്. നിനക്ക് നിന്റെ കാര്യം മാത്രം നിന്റെ അപ്പനെ പോലെ തന്നെ. Not my fault. സാർ എങ്ങോട്ട് വേണേലും പോ. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. Let right kill him. ഇത് വേറൊരു രാജ്യമാണ്. Don't put all of us in danger, please. ഒരു തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? വേണ്ട സാറേ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് റൺസേ ബോക എന്നാ പറയുന്നേ. ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരം. സെപ്റ്റംബർ 25. എന്തായാലും ഈ ട്രെയിലർ കണ്ടാല് വിനീത് ശ്രീനിവാസൻ ലൈൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് നിലയിൽ നിന്ന് മാറിയിട്ടൊന്ന് ഹെവി ത്രില്ലറിലോട്ട് പോയ പോലെ ഉണ്ട്. കാരണം എടുത്തൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. ഒരു തിരയെടുത്ത വിനീത് ശ്രീനിവാസൻ നമുക്കറിയാം, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുക്കും മേലെയാണോ തോന്നുന്നുണ്ട്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി സംഭവങ്ങളൊക്കെ കിടിലായിട്ടുണ്ട്. മാത്രമല്ല ഡയറക്ഷൻ പൊളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു ഇത് കാണുമ്പോൾ. ഇതിന്റെ നായകനായ നോബൽ തോമസ് തന്നെയാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അപ്പൊ വേറൊരു സ്റ്റൈൽ ഓഫ് കഥ പറച്ചിലായിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും അതിലൊരു വിനീത് ടച്ച് ഡയറക്ഷനിലേ ഉണ്ടാവുള്ളൂ. ജോമൺ ടി ജോൺ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് ഷാൻ റഹ്മാൻ, മേരി ഡാൻസ് പ്രൊഡക്ഷൻ, സ്ഥിരം രഞ്ജൻ അബ്രഹാം എഡിറ്റിംഗ്. ആ ഒരു ടെക്നിക്കൽ ടീമെല്ലാം സെയിം ആണ്. അത് പുള്ളിക്കാരനൊരു ടീമുണ്ട്, അവർ സ്ഥിരം, അവരൊക്കെ സെയിം ആണ്. ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് സ്ക്രിപ്റ്റ്. അങ്ങനെ ഉണ്ടാവുന്ന കാണാനുള്ള വെയിറ്റിംഗ് ഉണ്ട്. സെപ്റ്റംബർ 25 ഇറങ്ങാൻ പോകുന്നത്. കണ്ടെടുത്തോളം ഒരു ഹെവി ത്രില്ലറിന്റെ ഒരു സാധ്യത തുറന്നു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് എല്ലാം ഒരു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തിരയേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. ഒരു മാസീവായിട്ട് ഫീൽ ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ച് ഇവാൻ ആഷാൻ വരുന്നുണ്ട്. മനോജ് കെ ജയൻ വരുന്നുണ്ട്. സ്ഥിരം ഒരു ലിസ്റ്റിലുള്ള ഒരാളാണ്. ബാബുരാജിനെ കണ്ടു. പിന്നെ നമ്മൾ ഡയറക്ടർ കണ്ടു. നടിയായിട്ടുള്ള ആള് പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ കണ്ടുപരിചയമില്ല. നോബൽ നമ്മൾ ഹൃദയത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിനീത് ശ്രീനിവാസ പടങ്ങളിൽ അവിടെ ഇവിടെയായി കാണാറുണ്ട്. മെയിൻ റോളിൽ വരുന്ന ഫസ്റ്റ് പടമാണ്. പിന്നെ അന്നാവൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഹെലനിലെ നായകനാണ്. അപ്പൊ എവിടേക്കോ കണ്ടുപരിചയമുണ്ട്. പക്ഷെ ഇത്രയും മെയിൻ ആയ റോള് ഫസ്റ്റ് ടൈം ആണ്. കണ്ടെടുത്തോളം പുള്ളിക്കാരൻ അത് ഏറ്റെടുത്ത് വേറെ ലെവലാക്കി തോന്നുന്നുണ്ട്. ഒരു പുതിയ സാധനം വിനീത് ശ്രീനിവാസൻ ഇറക്കുന്നതിന്റെ ഒരു ത്രില്ലുണ്ട്. ആ സാധനം കാണാനുള്ള വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടു? എങ്ങനെ ഉണ്ടാവും ഈ ഒരു പടം? വിനീത് ശ്രീനിവാസൻ ഡയറക്ടർ വേറെ ലെവലാക്കുക, അങ്ങനെ ഒരു പ്രതീക്ഷ തോന്നുന്നില്ലേ? നോബൽ തോമസ് പൊളിക്കുക, ഈ ഒരു പടം വേറെ ലെവലാക്കുക. എല്ലാം ഈ സിനിമയെ കുറിച്ചും ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ കമന്റ് ചെയ്തില്ല, പ്ലീസ് ഡു കമന്റ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ, മറന്നുകൂടാട്ടാ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.